സമാന്തര ശ്രേണിയുടെ 25-ാം പദം 140, 27-ാം പദം 166, പൊതുവ്യത്യാസം കാണുക, 35-ാം പദം കാണുക. നമുക്കൊരു അരിത്മെറ്റിക് സീക്വൻസ്, അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. 25th ടേം 140 ആണ്, 27th ടേം 166 ആണ്. കോമൺ ഡിഫറൻസും കാണണം, 35th ടേമും കാണണം. അപ്പോൾ നമുക്ക് 25-ാം പദം തന്നിട്ടുണ്ട്, അതായത് T25, 25th ടേം. 27-ാം പദം തന്നിട്ടുണ്ട്, 27th ടേം. 25-ാം പദമുണ്ട്, 27-ാം പദമുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ T26 ഉണ്ട് അല്ലേ? നമുക്കിതിലൊക്കെ വില കൊടുത്ത് നോക്കാം. T25 എത്രയാണ്? ഇവിടെ 140. T27 എത്രയാണ്? 166. അപ്പോൾ ഇത് സമാന്തര ശ്രേണിയിലെ 3 തുടർച്ചയായ പദങ്ങളാണ്. അതിലത്തെ നടുവിലത്തെ നമുക്ക് അറിയില്ല, ഇതാണ് അറിയാത്തത്. സമാന്തര ശ്രേണിയിലെ 3 പദങ്ങളിൽ മധ്യപദം കാണാൻ രണ്ടറ്റത്തെയും പദങ്ങളുടെ ശരാശരി കണ്ടാൽ മതി. സമാന്തര ശ്രേണിയിലെ മധ്യപദം കാണാൻ ഇരുവശത്തുമുള്ള പദങ്ങൾ കൂട്ടി /2 ചെയ്താൽ മതി. അപ്പോൾ ഈ പദം കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടി കൂട്ടി പകുതി എടുക്കുക. 140 + 166 /2 കൂട്ടുമ്പോൾ 6, 6 4 10, ശിഷ്ടം 1, 1 1 2 1 3. 306 /2 ഹരിക്കുമ്പോൾ 2 2, ശിഷ്ടം 1 10, 1 2 10, 3 2 6. നമുക്ക് ഈ പദം കിട്ടി എത്രയാണ്? 153. ഇപ്പോൾ തുടർച്ചയായ 3 പദങ്ങൾ കിട്ടി. നമുക്ക് ആദ്യത്തെ ഉത്തരം കാണാം. പൊതുവ്യത്യാസം. പൊതുവ്യത്യാസം കാണാൻ എന്താ ചെയ്യുക? ഒരു പദത്തിന് തൊട്ട് ഇടതുവശത്തെ പദം കുറയ്ക്കുക. അപ്പോൾ പൊതുവ്യത്യാസം D. കോമൺ ഡിഫറൻസ് കാണാൻ ഇതിൽ കുറച്ചാൽ മതി. 153, 140 കുറച്ച് എത്ര വരും? 13. നമുക്ക് പൊതുവ്യത്യാസം കിട്ടി. 35-ാം പദം കാണണം. 35-ാം പദം കാണാൻ T35, 35th ടേം കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതിയോ? നമുക്ക് 25-ാം പദം അറിയില്ലേ? അപ്പോൾ 25-ാം പദത്തിൻ്റെ കൂടെ 25ൻ്റെ കൂടെ എത്ര ചേർന്നാലാ 35? 10 കൂടിയാ. അപ്പോൾ 25-ാം പദത്തിൻ്റെ കൂടെ 10D കൂട്ടിയാൽ മതി. 35-ാം പദം കാണാൻ 25-ാം പദത്തിൻ്റെ കൂടെ 10D കൂട്ടുക. 25-ാം പദം എത്രയാണ്? 140 + 10D. 10 × D 13, 10 × 13 130 എന്ന് വരും. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 0 4 3 7 1 1 2. 35-ാം പദം 270.